നാ വിളിക്കണമെന്നില്ല, നന്റെ ദൂതനായിട്ട് നന്റെ ആളായിട്ട് നീ പോയെങ്ങും വയ്യാവോ, അത് നാണ് പോയ പോലെമേ പൊരിച്ചല്ലോ വെറും. അയാള് പോയിട്ട് പറഞ്ഞു, മരമേ യാ ഷജറത്തോ അജീബി റസൂലല്ലാഹ്. ഇത് കേൾക്കണോ? ഇത് നല്ലൊരു വിഷയമുണ്ട്. ലാസ്റ്റ് ഞങ്ങൾ മറന്നുപോയത്, ഞങ്ങളെ പെഞ്ഞായിമാറ് നല്ലോണം മറന്നിറാറ്, മാപ്പിളമാറും മറന്നിറാറ്. ഈ ഹദീസിന്റെ അപ്പുറം ഒരു വിഷയമുണ്ടോ? ആ സഹാബി പോയിട്ട് മരത്തോട് പറഞ്ഞു, മരമേ യാ ഷജറത്തോ, ഏ മരമേ അജീബി റസൂൽ. റസൂലുള്ളാഹിക്ക് മറുപടി കൊടുക്കണം, ഉത്തരം കൊടുക്കണം. നബി തങ്ങൾ വിളിക്കുന്നുണ്ട്. നബി തങ്ങൾക്ക് ഉത്തരം ചെയ്യണോ? നബി തങ്ങൾ അടുത്തേക്ക് പോകണോ? സലാമു ചൊല്ലണോ? നബി തങ്ങൾ നിന്നെ വിളിച്ചോണ്ടുണ്ടോ എന്ന് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, അങ്ങ് മാലിയിട്ട് ഇങ്ങ് കുലുങ്ങിയിട്ട് ബെണ്ടായിട്ട് കുത്തായിട്ട് വേറെല്ലാം പൊട്ടിച്ചിട്ട് മരമതാ ഭൂമിയെ പിളർത്തിക്കൊണ്ട് ഭൂമിയെ ചീളാക്കിയിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് മുസ്തഫ നബി തങ്ങളെ മുമ്പിൽ വന്നിട്ട് മരം നിൽക്കുകയാണ്. സ്വഹീഹായ ഹദീസാണ്, വാറോലയല്ല, ഡിങ്കന്റെ കഥയല്ല, സാങ്കല്പിക കഥയല്ല, ഐതിഹ്യ പുരാണമല്ല. സ്വഹീഹായ ഹദീസ്. മുസ്തഫ നബി തങ്ങളുടെ അടുക്കലേക്ക് മരം വന്നു. വൽ വഹ്ശു വൽ ശജാറു ഖസജദത് ലഹു വഅലൈഹി ഖസല്ലംനാ ബഅദ തശഹൂദി ജൽ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മരങ്ങൾ നബി തങ്ങളുടെ മുമ്പിൽ വന്നോ. എന്നിട്ട് നബിന്റെ മുമ്പിൽ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് സലാം പറഞ്ഞിട്ട് മരം അങ്ങനെ കുത്ത പോവുകയാണ്, ഉള്ളടത്തേക്ക് പോയിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് റസൂലുള്ള കേട്ട് വേറെന്തെങ്കിലും വേണ. അപ്പൊ സഹാബി പറഞ്ഞു, മദി നബിയേ കഫാനി, മതി, ഇത് മതി, മദി നബിയേ, ഇത് ധാരാളം നബിയേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സഹാബിക്ക് ഈമാൻ കൂടി, സന്തോഷം കൂടി, ഗാബരി കൂടി, അത്ഭുതം കൂടി. അത്ഭുതം തന്നെ അല്ലേ? ഇത് കൂടിയിട്ടാകുമ്പോ ഇയാള് നബിയോട് കേട്ട്, നബിയെ അസ്ജുദ് ലക്, ഞാൻ നിങ്ങൾക്കൊരു സുജൂദ് ഇടട്ടെ നബിയെ, നിങ്ങളെ മുമ്പിൽ ഞാനൊന്ന് സുജൂദ് ഇടട്ടെ നബിയെ എന്നല്ലേ? ഇത് കൂടിയിട്ടാകുമ്പോ ഇയാള് നബിയോട് കേട്ട്, നബിയെ അസ്ജുദ് ലക്, ഞാൻ നിങ്ങൾക്കൊരു സുജൂദ് ഇടട്ടെ നബിയെ, നിങ്ങളെ മുമ്പിൽ ഞാനൊന്ന് സുജൂദ് ഇടട്ടെ നബിയെ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ പറ്റല. ഒരാളും സുജൂദ് ഇടരുത്. ലൗ കുന്തു ആമുറ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. എനക്ക് സുജൂദ് ഇടണ്ട, ഒരാളെ മുമ്പിലും നീ കുമ്പിടണ്ട, ശിറഭാഗണ്ട, തല കുണിക്കണ്ട, സുജൂദിലില്ല, എല്ലാ സുജൂദും അല്ലാഹ്ക്കാണ്. ഒരു വേള ഒരു തഖദീറൻ, ഇൻ കേസ് ഒരു വേള ഞാൻ വേറൊരു മനുഷ്യന് സുജൂദ് ഇടണോന്ന് പറയുമായിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ ചൊല്ലുമായിരുന്നെങ്കിൽ, വേറൊരാൾക്ക് സുജൂദ് ഇടണോ, വേറൊരു മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ഇടണോന്ന് ഞാനൊരു വേള ചൊല്ലുമായിരുന്നെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ആ ഭാര്യയോട്, പെണ്ണിനോട് അവളെ മാപ്പിളക്ക് സുജൂദ് ഇടാൻ പറയട്ടെയായിരുന്നു. ദിവസത്തിൽ ഇത്ര വട്ടം മാപ്പിളക്ക് സുജൂദ് ഇടണോ, സുബഹിക്ക് ഇത്ര വട്ടം, ഉച്ചക്ക് ഇത്ര വട്ടം, ഉറങ്ങുന്നതിന് മുന്നേ ഇത്ര വട്ടം, ഇങ്ങനെല്ലാം സുജൂദ് ഇടണോന്ന്, മാപ്പിളക്ക് സുജൂദ് ഇടണോന്ന് ഭാര്യമാരോട് ഞാൻ പറയട്ടെയായിരുന്നു. പിന്നെ ഞാൻ പറയാത്ത എന്തറിയാ, സുജൂദ് അല്ലാഹ്ക്കല്ലാതെ പറ്റല, അല്ലാഹ്ക്ക് മാത്രമാണ് സുജൂദ്, അതുകൊണ്ട് മാത്രമാണ് മാപ്പിളമാർക്ക് സുജൂദ് ഇടണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്ത് സുജൂദ് ഇടപ്പെടേണ്ടവര്, എല്ലാം കൊണ്ടും തലകുണിക്കപ്പെടേണ്ടവര് റസൂലായ ഞാനല്ല, നിന്റെ മാപ്പിളയാണ്. അവരോടുള്ള ഹക്ക് മറക്കണ്ട.